ഹായ്. RJ ബാലാജിയുടെ പുതിയ സിനിമ സ്വർഗവാസിൽ കണ്ടു. സിനിമ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒരുമാതിരി രായൻ സിനിമ വിരുമാണ്ടിയോട് കലർത്തി വെച്ച ഒരു സിനിമ പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയത് RJ ബാലാജിയാണ്. എനിക്ക് സിനിമ കാണാൻ പ്രേരക ശക്തിയായതും ഈ RJ ബാലാജി എന്ന പേരാണ്. അദ്ദേഹത്തിന്റെ മൂക്കുത്തി അമ്മൻ, അതുപോലെ മുന്നത്തെ സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട്, വളരെ നല്ല രീതിയിൽ അദ്ദേഹം തന്നെ സംവിധാനം ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് അനുഭവിക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരു ചോരക്കളി 18+ ആണ് സിനിമ, അതായത് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് കാണാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റോടുകൂടി വന്ന സിനിമയാണ്. ഞാൻ വിചാരിച്ചു അദ്ദേഹം ഒരു ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നൊന്ന് കാണണം എന്ന് വിചാരിച്ചു പോയിട്ട് കണ്ടതാണ്. പക്ഷെ പടം അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായിട്ടില്ല. ഇതിൽ RJ ബാലാജിയെ കൂടാതെ സെൽവരാഘവൻ, നട്ടി, കരുണാസ് തുടങ്ങി ഒരുപാട് നല്ല നല്ല താരങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൽ നട്ടിയെ പറഞ്ഞു കഴിഞ്ഞാൽ, നട്ടി നമ്മുടെ മഹാരാജ സിനിമയിലൊക്കെ വളരെ നന്നായിട്ട് ആ ഒരു ക്യാരക്ടറെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പഴയ ഒരു ക്യാമറാമാൻ കൂടിയാണ്. കരുണാസ് ഒക്കെ വളരെ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നട്ടീനെ പറയുമ്പോൾ, നട്ടി ആദ്യം അതിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് തേട്ടാൻ വരുന്ന പോലത്തെ അങ്ങനെ ഒരു രീതിയിലാണ് ക്യാരക്ടർ ആർക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ടായത്. പക്ഷെ അവസാനമാകുമ്പോൾ അത് ഇല്ല. പക്ഷെ എന്നാൽ അത് എന്തുകൊണ്ടാണ് അത് പോയത്? ക്യാരക്ടർ ബിൽഡപ്പ് ചെയ്യുമ്പോൾ ആ ക്യാരക്ടറിന് കൊടുക്കുന്ന ഒരു എന്തോ ഒരു അസ്വാഭാവികത കാണിക്കുമ്പോൾ അത് എന്തുകൊണ്ട് പോയി, അല്ലെങ്കിൽ ആ ഒരു കഥ കേട്ടത് കൊണ്ടാണോ എന്നുള്ള രീതിയിലൊക്കെ കാണിക്കണമെന്ന് അങ്ങനത്തെ ഒന്നും കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ സെൽവരാഘവൻ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് പറ്റിയ ക്യാരക്ടർ. പക്ഷെ ആ ക്യാരക്ടർ ഒന്നും ബിൽഡ് ചെയ്തതിനൊരു ക്വാളിറ്റി ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ഒക്കെ അഭിനയങ്ങൾ വളരെ നന്നായിരുന്നെങ്കിലും ഇതൊക്കെ എന്തോ ഒരു ഏച്ചുകെട്ടൽ പോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല. കഥയ്ക്ക് അത് ഇത്ര സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് തോന്നിയിട്ടില്ല. ഇനി പറയാനുള്ളത് ഇതിൽ അഭിനയിച്ചിട്ടുള്ള മലയാള താരങ്ങളെ കുറിച്ചാണ്. ഒരുപാട് മലയാള താരങ്ങൾ നല്ല രീതിയിൽ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ളത് ഒന്ന് സാനിയ അയ്യപ്പൻ, ഷറഫുദ്ദീൻ, ഹക്കിം ഷാ തുടങ്ങിയവരൊക്കെ ഈ സിനിമയിൽ വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഷറഫുദ്ദീനൊക്കെ ഈ വർഷം അഭിനയിച്ച സിനിമകളൊക്കെ, അദ്ദേഹം ഈ വർഷം എന്നല്ല, അദ്ദേഹം അഭിനയിക്കുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. മലയാള ഇൻഡസ്ട്രിയിലെ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് ഷറഫുദ്ദീൻ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മലയാളികൾക്ക് വളരെ നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് സാമുവൽ റോബിൻസൺ. സുഡാനി ഫ്രം നൈജീരിയയിലൂടെ കിട്ടിയ ഒരു മികച്ച അഭിനേതാവാണ്. അദ്ദേഹവും ഈ സിനിമയിൽ വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം മലയാള സിനിമയിൽ നിന്ന് ഇത്രയധികം ക്യാരക്ടേഴ്സ് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ സിനിമ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രായൻ എന്ന സിനിമ ഒരുപക്ഷെ വിരുമാണ്ടിയുടെ അവസാന ഭാഗമായ ഒരു ജയിൽ പോയാൽ എങ്ങനെയുണ്ടാവും, ആ ഒരു മോഡലാണ് സിനിമ എടുത്ത് വെച്ചിട്ടുള്ളത്. രായനിലെ മറ്റേ തട്ടുകട നടത്തുന്ന ഒരു വില്ലനായുള്ള ക്യാരക്ടർ, അദ്ദേഹം എങ്ങനെയാണ് വിരുമാണ്ടി സിനിമയിൽ അവസാനം സിനിമ ജയിലിൽ നിന്നുള്ള കഥ നടക്കുന്നത്, ഇതാണ് ഈ സിനിമയുടെ പ്രധാന സംഭവം. ഇത് രണ്ടും കൂട്ടിക്കലർത്തിയാൽ അവിയൽ പരുവമായിട്ടുള്ള ഒരു സ്വർഗവാസൽ നമുക്ക് കിട്ടും. വളരെ മോശം രീതിയിലാണ് സിനിമ ചെയ്തിട്ടുള്ളത്. കാരണം വെച്ചാൽ ഇത് ഒറ്റ ട്രാക്കിലെ കൂടിയാണ് സിനിമ പോകുന്നത്. ഞാൻ വിചാരിച്ചു ഇത് എവിടെയെങ്കിലും വെച്ചിട്ട് ഇതിലൊരു എൻഡ് പഞ്ച് അല്ലെങ്കിൽ ക്ലൈമാക്സിലൊക്കെ എത്തുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവം കിട്ടുമെന്ന്. ഒന്നുമില്ല. സിനിമ ആദ്യം തുടങ്ങുന്നത് എങ്ങനെയാണോ അവസാനിക്കുന്നതും അതുപോലെ തന്നെയാണ്. RJ ബാലാജി ഒക്കെ എടുക്കേണ്ട ഒരു ക്യാരക്ടർ ആണോ എന്നുള്ള, അദ്ദേഹത്തിന് താങ്ങൂല എന്നല്ല, അദ്ദേഹത്തിന്റെ ചിന്തകൾക്കോ അല്ലെങ്കിൽ അദ്ദേഹം ഇതുവരെ ചെയ്യുന്ന സിനിമകൾക്കോ ഒക്കെ വിഭിന്നമായിട്ടുള്ളൊരു ആശയമാണ് ഈ സിനിമ പറഞ്ഞത് എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു വളരെ നല്ലൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. നിങ്ങളിനി കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.